അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അഖ്ലാഖ് എടുക്കണം. അഖ്ലാഖിൽ നമ്മൾ ഒരു പുതിയ പാഠം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? എന്താ പാഠത്തിൻ്റെ പേര്? അസ്സബ്ർ അല്ലേ? സബ്റിൻ്റെ മലയാളം സഹനം, ക്ഷമ എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരല്പം സംസാരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഹദീസും പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഹദീസ് അറിയാമോ? ഓർമ്മയുണ്ട് എല്ലാവർക്കും? അസ്സബ്റു ആകെ മൂന്ന് വാക്കേ ഹദീസിലുള്ളൂ. ഏതാണത്? അസ്സബ്റു നിസ്ഫുൽ ഈമാൻ അല്ലേ? ക്ഷമ ഈമാനിൻ്റെ പകുതിയാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഉത്തമമായ സ്വഭാവത്തിൽപ്പെട്ടതാണ് സബ്ർ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്നുള്ളത്. അതന്നെ മതിയല്ലോ ക്ഷമയുടെ സ്ഥാനം മനസ്സിലാക്കാനോ. വലിയ മഹത്വമുള്ള ഒരു നല്ല സ്വഭാവമാകുന്നു സബ്ർ എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ വളരെയേറെ ഉയർന്ന സ്ഥാനം ക്ഷമക്കുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ്. ഇനി നമുക്ക് ആ ക്ഷമയെക്കുറിച്ചിട്ട് ഒരല്പം കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതായത് ഈ സബ്ർ പല വിധത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ക്ഷമ എന്താണ്? കാലുമ്മ മുറിവ് പറ്റിയാൽ വേദന സഹിച്ച് കുത്തിരിക്കുക, അതൊരു ക്ഷമയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരാൾ അടിച്ചാൽ തിരിച്ചടിക്കാണ്ട് വിട്ടുകൊടുക്കുക, അതൊരു ക്ഷമയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതൊക്കെ ക്ഷമയായിരിക്കാം. നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്ഷമകളുണ്ട്. നമ്മൾ അവയെക്കുറിച്ചിട്ട് ഏതാനും സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം. എല്ലാവരും ശരിയായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ഷമ പല വിധത്തിലുണ്ട് അല്ലേ? ആദ്യമായിട്ടുള്ള ക്ഷമ, ഒന്നാമതായിട്ട് പഠിക്കാനുള്ള ക്ഷമ ഇബാദത്തിൻ്റെ മേലുള്ള ക്ഷമയാണ്. ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ ക്ഷമിക്കുക. ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരാധിക്കല്ലേ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക പോലുള്ള അള്ളാഹുവിങ്കൽ പ്രതിഫലമുള്ള കാര്യങ്ങൾ ചെയ്യുക. സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉമ്മ വിളിച്ചാൽ എണീക്കാൻ ഭയങ്കര അടങ്ങാറല്ലേ അല്ലേ? ഉറക്കത്തിന് സുഖമായിട്ട് പുതച്ചു മൂടി കിടക്കുമ്പോൾ സുബഹിൻ്റെ വാങ്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അടങ്ങാറാവും. ഇനിയിപ്പോൾ നിസ്കരിക്കണമല്ലോ എന്ന് തോന്നും അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 50 കിലോ തലയിലേറ്റുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു നിസ്കാരം ബാക്കിയുണ്ടെങ്കിൽ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ സുബഹിയൊക്കെ നിസ്കരിക്കണമെങ്കിൽ എണീറ്റ് നിസ്കരിക്കാൻ ഭയങ്കര റിസ്ക്കാണ്. നല്ലോണം കളിക്കണ സമയത്ത് ളുഹറിൻ്റെ ബാങ്ക് കൊടുത്തു അല്ലെങ്കിൽ അസറിൻ്റെ ബാങ്ക് കൊടുത്തു, അല്ലോ ഇനിയിപ്പോൾ നിസ്കരിക്കണം അല്ലേ? അങ്ങനെ തോന്നുന്നു. അത് ഭയങ്കര പ്രയാസമല്ല നമുക്ക്. അപ്പം മനുഷ്യന്മാരെ പൊതു സ്വഭാവമാണത്, സാധാരണയിലുള്ള അവസ്ഥയാണത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര പ്രയാസമുള്ള സംഗതിയായിട്ട് തോന്നുക. അപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുക, ആ നേരത്തെ എണീറ്റ് സുബഹി നിസ്കരിക്കുക, അല്ലെങ്കിൽ കളിക്കുന്നിടത്ത് നിന്ന് വന്നിട്ട് ളുഹർ നിസ്കരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ കളിക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ വാങ്ങിക്കൊടുത്താൽ ഇനിയിപ്പോൾ ഉളുണ്ടാക്കി നിസ്കരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പൊതുവിൽ മനുഷ്യൻ്റെ പ്രകൃതിയിൽ നമുക്ക് തോന്നുക. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഇബാദത്തുകൾ ചെയ്യാതെ ഇരുന്നിട്ട് ശരീരത്തിനെ സുഖിപ്പിക്കുന്നതിന് പകരം അത് ഒഴിവാക്കിയിട്ട് അതിനെ തൊട്ട് ശരീരത്തെ തടഞ്ഞു നിർത്തിയിട്ട് അന്നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുക, അതൊരു ക്ഷമയാണ്. ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുക. നിസ്കാരം ഒരു ഉദാഹരണമാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടായിട്ട് അത് ഒഴിവാക്കിയിട്ട് പട്ടിണി കിടക്കുക, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുക? ഒരു തുള്ളി വെള്ളം കുടിക്കണ്ട, ഒന്നും തിന്നില്ല, പട്ടിണി കിടക്കുക, ആർക്കെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണോ? എന്നാൽ നമ്മളെ നോമ്പ് ശരിക്കും അതല്ലേ? ഒരു പകൽ മുഴുവൻ സുബഹിൻ്റെ വാങ്ങ് കൊടുക്കുന്നത് മുതൽ രാത്രിയാകണത് വരെ, മഗ്രിബിൻ്റെ വാങ്ങ് കൊടുക്കുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടക്കല്ലേ നോമ്പ് എന്നറിയാം. നമുക്ക് പൊതുവായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണത്. എന്നാൽ അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആ ഇഷ്ടക്കേടിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാകുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്യുക, ഇബാദത്തുകളാകുന്ന ബുദ്ധിമുട്ടുകൾ ചെയ്യുക, അതൊരു ക്ഷമയാണ്. അതാണ് ഇബാദത്തിൻ്റെ മേലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പോൾ ക്ഷമ പല വിധത്തിലുണ്ട്. ഒന്ന് ഇബാദത്തിലുള്ള ക്ഷമയാകുന്നു. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ക്ഷമയാണേത്? ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ എപ്പോഴും തോന്നും. വേണ്ടാത്തതിലേക്ക് നോക്കാൻ, കാണാൻ പാടില്ലാത്തതിലേക്ക് നോക്കുക,
പിടിക്കാൻ പാടില്ലാത്ത സംഗതിയിൽ പിടിക്കുക, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക. ഇതൊക്കെ മനുഷ്യന് ഇഷ്ടപ്പെട്ട സംഗതിയാണ്. നിങ്ങളെ കയ്യിൽ മൊബൈലില്ലേ? ചില ആൾക്കാർ മദ്രസയിലെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിന് കുത്തിരുന്നിട്ട് ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ യൂട്യൂബിൽ വേറെ എന്തെങ്കിലും എടുത്ത് കാണും. മോശപ്പെട്ടത് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അത് പാടില്ല ഒരിക്കലും. അപ്പം അത് കാണാൻ വേണ്ടി ഇഷ്ടമായിരിക്കും നമുക്ക്. വേണ്ടാത്ത അള്ളാഹു താലാക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മൊബൈലിലായാലും അല്ലാതായാലും കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അപ്പം എന്താക്കുക, അതൊരു തെറ്റാണ്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് മനസ്സിൽ തോന്നും. എന്നാൽ അങ്ങനെ തോന്നുമ്പോൾ അത് ചെയ്യാതെ, അത് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തിയിട്ട് തെറ്റായ കാര്യത്തെ ചെയ്യാതിരിക്കുക. അതാണ് ദോഷങ്ങളെ തൊട്ടുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. അതാണ് ദോഷങ്ങൾ വെടിയുന്നതിലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഈ രണ്ട് ക്ഷമകളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പോൾ ക്ഷമ പല വിധത്തിലുണ്ട്. ഒന്ന് ഇബാദത്തിലുള്ള ക്ഷമയാകുന്നു, രണ്ട് കുറ്റകൃത്യങ്ങൾ ദോഷങ്ങൾ വെടിയുന്നതിലുള്ള ക്ഷമയാകുന്നു. അതിൻ്റെ രണ്ടിന് രൂപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതൊന്ന് വായിച്ചിട്ട് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾ കിതാബ് എടുത്തോളൂ, വായിച്ചോട്ടെ. അത്രയും മഹത്വമേറിയ ഈ ക്ഷമ പല വിധത്തിലുണ്ട്. ഒന്ന് ഇബാദത്തിലുള്ള ക്ഷമ. ബുദ്ധിമുട്ടുള്ള പ്രവൃത്തികൾ ഒഴിവാക്കാൻ മനുഷ്യൻ സ്വാഭാവികമായും ഇച്ഛിക്കുമല്ലോ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാവർക്കും ഇച്ഛിക്കാരൻ, ആഗ്രഹിക്കുക, കൊതിക്കുക. അപ്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുക, അതൊക്കെ ഇടങ്ങാറ, റിസ്ക്കാണ്, റിസ്ക് എടുക്കാൻ കഴിയൂല. ഇതാണല്ലോ മനുഷ്യൻ്റെ പൊതുവിലുള്ള വിചാരം, ആഗ്രഹം. ഇടങ്ങാറാവാനാവില്ല. അപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രവൃത്തികൾ ഒഴിവാക്കാൻ മനുഷ്യൻ സ്വാഭാവികമായും ഇച്ഛിക്കും. ഈ ഇച്ഛക്ക് വഴങ്ങി ബുദ്ധിമുട്ടുള്ള ഇബാദത്തുകൾ ഒഴിവാക്കുന്നതിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തി ഇബാദത്ത് ചെയ്യലാണ് ഈ ക്ഷമ. അപ്പോൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാനാവില്ല എന്നുള്ള ഇച്ഛ, ആ ആഗ്രഹം, അപ്പോൾ അതിനൊപ്പിച്ച് നിൽക്കാതെ ഇബാദത്ത് അങ്ങ് ചെയ്തുകൂടുക. അതാണ് ഇബാദത്തിലുള്ള ക്ഷമ. മനസ്സിലായല്ലോ? വിശപ്പും ദാഹവും സഹിച്ച് അനുഷ്ഠിക്കുന്ന നോമ്പ് അതിൻ്റെ ഉദാഹരണമാകുന്നു. സുബഹിസ്കാരൊക്കെ നമ്മൾ പറഞ്ഞു, നോമ്പ് ഒരു ഉദാഹരണമല്ലേ? കാരണം വിശപ്പും ദാഹവും വിശന്നുകൊണ്ട് നിൽക്കുക ആർക്കും അത്ര സഹിക്കൂല. വെള്ളമെങ്കിലും കുടിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പം ഇവിടെ കുടിക്കാനും പറ്റൂല, തിന്നാനും പറ്റൂല. വിശപ്പും ദാഹമൊക്കെ സഹിച്ചിട്ട് നിൽക്കുക പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ അതൊക്കെ സഹിച്ചുകൊണ്ടല്ലേ നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. അപ്പോൾ നോമ്പ് നോൽക്കേണ്ടി വരുമ്പോൾ തിന്നാനും കുടിക്കാനുള്ള ആഗ്രഹത്തൊക്കെ മാറ്റി വെച്ചിട്ട് ശരിക്കും എന്താക്കുക, ശരിയായ രീതിയിൽ പട്ടിണി കിടക്കുക. അതിനാ നോമ്പ് എന്ന് പറയാം. അപ്പോൾ നോമ്പ് ഇബാദത്തിലുള്ള ക്ഷമക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ ക്ഷമ. ഒന്ന് നമ്മൾ പറഞ്ഞു ഇബാദത്തിലുള്ള ക്ഷമ. ഇനി രണ്ട്, ദോഷങ്ങൾ വെടിയുന്നതിലുള്ള ക്ഷമ. ദോഷകരമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുക, അതിലുള്ള ക്ഷമ. അതെങ്ങനെയാ? കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും മനുഷ്യൻ്റെ ദേഹേച്ഛ. മനുഷ്യൻ്റെ ശരീരപ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശരീരമാണ് മനുഷ്യൻ്റെത്. അതാണ് ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ. ദേഹം പറഞ്ഞാൽ ശരീരം. അപ്പോൾ ഒന്നുകൂടെ, കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും മനുഷ്യൻ്റെ ദേഹേച്ഛ. മനസ്സിലായല്ലോ? ആ ഇച്ഛ നടപ്പാക്കുന്നതിൽ നിന്ന് ശരീരത്തെ തടയലാണ് ഈ ക്ഷമ. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശരീരത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തിയിട്ട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാതിരിക്കുക. അതാണ് ദോഷങ്ങൾ വെടിയുന്നതിലുള്ള ക്ഷമ. നോക്കുവാൻ പാടില്ലാത്തത് നോക്കുന്നതിൽ നിന്ന് കണ്ണിനെയും, പറയാൻ പാടില്ലാത്തത് പറയുന്നതിൽ നിന്ന് നാവിനെയും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നതിൽ നിന്ന് കാതിനെയും, പിടിക്കാൻ പാടില്ലാത്തത് പിടിക്കുന്നതിൽ നിന്ന് കയ്യിനെയും തടഞ്ഞു നിർത്തൽ അതിൻ്റെ ഉദാഹരണങ്ങളാകുന്നു. മനസ്സിലായല്ലോ? ഇതിന് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വബർ, ക്ഷമ, സഹനം, ഇത് ഒരു മുസ്ലിമായ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട, സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ മഹത്വമേറിയ ഗുണമാകുന്നു. ഇസ്ലാമിൽ വളരെയേറെ സ്ഥാനമുള്ള ഒരു ഗുണമാണ് ക്ഷമ എന്നുള്ളത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന് അസ്ബറു നിസ്ഫുൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ഷമ എന്നുള്ളത് പലതരത്തിലുണ്ട്. ഒന്ന് ഇബാദത്തിൻ്റെ മേൽ ക്ഷമിക്കുക. ഇബാദത്തിൻ്റെ മേൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഇബാദത്തുകൾ ചെയ്യാതിരിക്കാൻ ശരീരം കൊതിക്കുമ്പോൾ അതിന് ശരീരത്തെ വിട്ടുകൊടുക്കാതെ ബുദ്ധിമുട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുക. അതാണ് ഇബാദത്തിൻ്റെ മേലുള്ള ക്ഷമ.
ഇനി 2 ദോഷങ്ങളെ, കുറ്റകൃത്യങ്ങളെ വെടിയുന്നതിലുള്ള ക്ഷമ. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശരീരം കൊതിക്കും, എന്നാൽ ശരീരത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വിട്ടുകൊടുക്കാതെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തലാണ് ദോഷങ്ങളുടെ മേലിലുള്ള ക്ഷമ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പാഠം ക്ലിയർ ആയിട്ട് വായിച്ചാൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും കൂടെ പഠിക്കാൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.